ഇപ്പോൾ വരുന്നൊരു വാർത്ത, കൊല്ലത്ത് പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച മറ്റൊരു പോലീസുകാരൻ അറസ്റ്റിൽ. KAP അടൂർ ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസറായ അഭിലാഷാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പെൺകുട്ടിയുടെ മാതാവിന്റെ ഫോണിൽ നിന്നും ചിത്രങ്ങൾ പകർത്തിയാണ് ഭീഷണി മുഴക്കിയതെന്നറിയുന്നു. AV ജയശങ്കറുണ്ട്. AV ജയശങ്കർ, നിതിൻ മോഹൻദാസിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ നിരവധി പരാതികളാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്തു നിന്ന് വരുന്ന വിവരമനുസരിച്ച് അപ്പുറത്ത് നിൽക്കുന്ന വേട്ടക്കാരൻ ഒരു പോലീസുകാരനാണ് എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നില്ലേ ജയശങ്കർ? ഡോക്ടർ അരുൺ, തീർച്ചയായും അടൂരിലെ KAP ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസർ അവിനാശാണ് ഇത്തരത്തിൽ പെൺകുട്ടിയുടെ നഗ്ന ഫോട്ടോസ് കാണിച്ചുകൊണ്ട് വീട്ടുകാരിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ അവിനാശ് പെൺകുട്ടിയുടെ അമ്മയുടെ ഫോണിൽ നിന്ന് തന്ത്രപരമായി ഈ പെൺകുട്ടിയുടെ കുട്ടിക്കാലത്തെ ചില നഗ്ന ചിത്രങ്ങൾ സ്വന്തം ഫോണിലേക്ക് പകർത്തുന്നു. പിന്നീട് ഈ ചിത്രങ്ങൾ ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പകർത്തിയ ശേഷം, ഇല്ലെങ്കിൽ പ്രചരിപ്പിച്ച ശേഷം ഈ അമ്മയ്ക്ക് ഇത് അയച്ചു കൊടുക്കുകയും താൻ ഇത്തരത്തിൽ ഈ ചിത്രങ്ങൾ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്, താൻ ഇവരുമായി സംസാരിച്ചു, ഇവർക്ക് 15 പവൻ സ്വർണം നൽകി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒത്തുതീർപ്പാക്കാനാകും, അവർ പിന്നീട് കൂടുതൽ ഇത്തരത്തിൽ പ്രചരിപ്പിക്കില്ല, അങ്ങനെയാണ് അവർ പറഞ്ഞതെന്നുള്ള കാര്യം അറിയിക്കുന്നു. ഈ സംസാരത്തിൽ ഈ വീട്ടുകാർക്ക്, ഈ അമ്മയ്ക്ക് വലിയ സംശയം തോന്നുന്നു. ഇതിന് പിന്നിൽ എന്തോ ചതിയുണ്ടെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെയാണ് അമ്മ ഇയാൾ അയച്ച ഈ ചിത്രങ്ങളും ഇല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ലിങ്കുകളും ഇയാളുടെ ഈ സംസാരിച്ചതിൻ്റെ കോൾ റെക്കോർഡിംഗ് ഉൾപ്പെടെ ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകുന്നത്. പോലീസിന് കാര്യം കണ്ടപ്പോൾ തന്നെ കുറെ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായി. പിന്നാലെ ശാസ്താംകോട്ട പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഇയാൾ അടൂരിലെ KAP ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസറാണ്. പക്ഷേ കുറെ കാലമായി ജോലിക്കൊന്നും വരാറില്ല എന്നാണ് പോലീസിൽ നിന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും ഈ പ്രതിയെ പോലീസ് ഇന്നലെ തന്നെ പിടികൂട്ടിയിട്ടുണ്ട്. ഒരു പോലീസുകാരനാണ്, പക്ഷേ കൃത്യമായി പോലീസ് ജോലിക്കൊന്നും പോകാറില്ല, അങ്ങനെ സാമൂഹ്യ ശല്യമായി ജീവിക്കുന്ന ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇയാൾ കുഴിച്ച കുഴിയിൽ ഇയാൾ തന്നെ വീണിട്ടുണ്ട്. വീട്ടുകാർക്ക് കൃത്യമായി സംശയം തോന്നി, അവർ ആ സംശയം പോലീസിനെ അറിയിച്ചു. പോലീസ്, ശാസ്താംകോട്ട പോലീസ് ആ പ്രതിയെ കൃത്യമായി പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസുകാരൻ എങ്ങനെ ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറാനാകുന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. ഈ സേനയിൽ നന്നായി പണിയെടുക്കുന്ന, നന്നായി കേസൊക്കെ അന്വേഷിച്ച് പിടിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ തന്നെ ഇത്തരം ചില പുഴുക്കുത്തുകൾ വലിയ ചീത്തപ്പരാണ്. എന്തായാലും കൃത്യമായ നടപടി ശാസ്താംകോട്ട പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഫോട്ടോ പ്രചരിപ്പിക്കാൻ എന്തായാലും ഇദ്ദേഹം ഉണ്ടാകില്ലെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്.